നമസ്കാരം സുഹൃത്തുക്കളെ, മല്ലു ടിപ്സ് ആൻഡ് തോട്ട്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരളത്തിലെ എല്ലാ തരത്തിലുമുള്ള രജിസ്ട്രേഷൻ ഇടപാടുകൾക്കും ഉപയോഗിച്ചിരുന്ന സ്റ്റാമ്പ് പേപ്പർ അഥവാ മുദ്രപത്രത്തിൻ്റെ കാലം അവസാനിക്കുകയാണ്. ഇനി അങ്ങോട്ടുള്ള കാലം ആധാരം അടക്കമുള്ള എല്ലാത്തരം രജിസ്ട്രേഷൻ ഇടപാടുകൾക്കും സർക്കാർ ഇ സ്റ്റാമ്പിംഗ് എന്ന സംവിധാനം കൂടി ഏർപ്പെടുത്തുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വിശദ വിവരങ്ങളും സാമൂഹ്യക്ഷേമ സുരക്ഷാ പെൻഷനുകളുമായി ബന്ധപ്പെട്ട പ്രധാന അറിയിപ്പുകളുമാണ് ഇന്നത്തെ വീഡിയോയിൽ. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നതിനൊപ്പം നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ അതോടൊപ്പമുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ഇൻഫർമേറ്റീവായ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. സംസ്ഥാനത്തെ എല്ലാ രജിസ്ട്രേഷൻ ഇടപാടുകൾക്കും സർക്കാർ ഇ സ്റ്റാമ്പിംഗ് സംവിധാനം ഏർപ്പെടുത്തുകയാണ്. നിലവിൽ മുദ്രപത്ര വില 1 ലക്ഷം രൂപയിൽ കൂടുതലുള്ള ഇടപാടുകൾക്കാണ് ഇ സ്റ്റാമ്പിംഗ് സംവിധാനം നിർബന്ധമാക്കിയിട്ടുള്ളത്. ഇനി ചെറിയ ഇടപാടുകൾക്ക് കൂടി ഈ സൗകര്യം ലഭിക്കും. മുദ്രപത്രങ്ങൾ ഉപയോഗിച്ചുള്ള രജിസ്ട്രേഷൻ തുടർന്നും നിലവിലുണ്ടാകും. എന്നാൽ ഇതിനു പകരമായി ഇ സ്റ്റാമ്പിംഗ് വഴി ആധാരമടക്കം എല്ലാവിധ രജിസ്ട്രേഷൻ ഇടപാടുകളും നടത്താൻ കഴിയും എന്നതാണ് പുതിയ സംവിധാനത്തിൻ്റെ പ്രത്യേകത. മാർച്ച് മാസം മുതൽ ഇത് നിലവിൽ വരുമെന്നാണ് റിപ്പോർട്ടുകൾ. നിലവിൽ മുദ്രപത്ര വില 1 ലക്ഷം രൂപയിൽ കൂടുതലുള്ള ഇടപാടുകൾക്കാണ് ഇ സ്റ്റാമ്പിംഗ് സംവിധാനം നിർബന്ധമാക്കിയിട്ടുള്ളത്. ഇനി ചെറിയ ഇടപാടുകൾക്ക് കൂടി ഈ സൗകര്യം ലഭിക്കും. വാടകച്ചീട്ടിന് പോലും ഇ സ്റ്റാമ്പിംഗ് സംവിധാനം ഉപയോഗിക്കാം. മുദ്രപത്രത്തിൻ്റെ പേരിൽ സംസ്ഥാനത്ത് നടക്കുന്ന തട്ടിപ്പുകൾ തടയാൻ ഇ സ്റ്റാമ്പിംഗ് സംവിധാനത്തിന് കഴിയുമെന്നാണ് വിലയിരുത്തൽ. കുറഞ്ഞ തുകയ്ക്കുള്ള മുദ്രപത്രത്തിൻ്റെ ദൗർലഭ്യം മൂലം കൂടിയ തുകയുടെ മുദ്രപത്രം വാങ്ങേണ്ടി വരുന്നത് ഇനി മുതൽ ഒഴിവാക്കാനാകും. സർക്കാരിനും സാമ്പത്തിക മെച്ചമാണ് പുതിയ സംവിധാനം നൽകുന്നത്. മുദ്രപത്രത്തിൻ്റെ പേരിൽ വെണ്ടർമാർക്ക് നൽകുന്ന കമ്മീഷൻ ഇനത്തിലെ ചെലവും ഇതുമൂലം കുറയും. ആധാരത്തിൽ വിരലടയാളവും ഇടപാടുകാരൻ്റെ ഫോട്ടോയും ഡിജിറ്റലായി രേഖപ്പെടുത്തുന്ന രീതിയാണ് ഇ സ്റ്റാമ്പിംഗ് സംവിധാനത്തിൽ ഉള്ളത്. മഷിയിൽ വിരൽ മുക്കി അടയാളം പതിപ്പിക്കുന്ന പരമ്പരാഗത സമ്പ്രദായവും ഇനി ഒഴിവാകും. പകരം ഡിജിറ്റലായി വിരലടയാളം പതിക്കും. ഇതിനുള്ള ഉപകരണം സബ് രജിസ്ട്രാർ ഓഫീസുകളിൽ ലഭ്യമാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. കർണാടകത്തിലും മറ്റും ഈ രീതി വിജയകരമായി നടപ്പാക്കി കഴിഞ്ഞു. വസ്തു വിൽപ്പനയിൽ ഏറെ തട്ടിപ്പുകൾക്ക് സാധ്യതയുള്ളതിനാൽ വിൽക്കുന്നയാൾ നിർബന്ധമായും സബ് രജിസ്ട്രാറുടെ മുന്നിലെത്തണമെന്ന നിബന്ധനയിൽ മാറ്റമുണ്ടാകില്ല. സ്ഥലം വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ഇടപാടുകാരുടെ ഫോട്ടോയും ഇതേ മാതൃകയിൽ ഡിജിറ്റലായി ആധാരത്തിൽ പതിക്കും. പാസ്പോർട്ട് സൈസ് ഫോട്ടോ പതിക്കുന്നതാണ് നിലവിലെ രീതി. കാലപ്പഴക്കം മൂലം ഫോട്ടോയും വിരലടയാളവും അവ്യക്തമാകുന്നത് ഒഴിവാക്കാനാണ് ഇവ ഡിജിറ്റലായി പതിക്കുന്നത്. ഇതോടെ ആധാരങ്ങൾ പൂർണ്ണമായും ഡിജിറ്റൽ രൂപത്തിലാകും. മുൻ ആധാരങ്ങളുടെ പകർപ്പുകളും ഓൺലൈനിൽ ലഭ്യമാകും. ഇതിനുള്ള ഫീസും അപേക്ഷയും ഓൺലൈനായി അടച്ചാൽ ഓൺലൈനായി തന്നെ പകർപ്പും ലഭ്യമാകും. മുദ്രപത്രത്തിൻ്റെ ദൗർലഭ്യം ഇനി പ്രശ്നമാകില്ല. വിവിധതരം രജിസ്ട്രേഷനുകൾ എളുപ്പമാകും. ആധാരങ്ങളുടെ പകർപ്പ്, ബാധ്യതാ സർട്ടിഫിക്കറ്റ്, കുടിക്കട സർട്ടിഫിക്കറ്റ് തുടങ്ങി സാധാരണക്കാർക്ക് ആവശ്യമായി വരുന്ന രേഖകളെല്ലാം ഓൺലൈനായി ലഭിക്കുന്നത് ഓഫീസുകൾ കയറിയിറങ്ങേണ്ട സ്ഥിതി ഒഴിവാക്കും. രജിസ്ട്രേഷൻ ഇടപാടുകൾക്ക് സർക്കാരിലേക്ക് അടയ്ക്കേണ്ട തുക പൂർണ്ണമായി ഇ സ്റ്റാമ്പിംഗ് വഴിയാക്കുന്നത് ജനങ്ങളുടെ ബുദ്ധിമുട്ട് കണക്കിലെടുത്താണെന്ന് സഹകരണ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി VN വാസവൻ അറിയിച്ചു. അടുത്ത ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ് സാമൂഹ്യക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടതാണ്. പെൻഷൻ മുടങ്ങിയവർക്ക് വേണ്ടിയുള്ള മസ്റ്ററിംഗ് പ്രക്രിയ അക്ഷയ കേന്ദ്രങ്ങൾ വഴി ഫെബ്രുവരി 20 വരെ ഉണ്ടായിരുന്നു. എന്നാൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴി ബയോമെട്രിക് സംവിധാനം ഉപയോഗിച്ച് മസ്റ്ററിംഗ് പ്രക്രിയ പരാജയപ്പെട്ടവർക്ക് ഫെബ്രുവരി 28 വരെ, അതായത് നാളെ വരെ മാത്രമേ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചുകൊണ്ട് മസ്റ്ററിംഗ് പൂർത്തിയാക്കാനുള്ള അവസരമുള്ളൂ. സാമൂഹ്യക്ഷേമ പെൻഷനുകൾ വാങ്ങുന്നവർ അതത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ക്ഷേമനിധി പെൻഷനുകൾ വാങ്ങുന്നവർ അതത് ബോർഡ് ഓഫീസുകളിലുമാണ് ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടത്. ഇനിയും മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർ പെൻഷൻ ലഭിച്ചു തുടങ്ങാനായി നാളെ തന്നെ, അതായത് ഫെബ്രുവരി 28 തന്നെ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിച്ച് മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫെബ്രുവരി മാസത്തെ ക്ഷേമ പെൻഷനുകളുടെ വിതരണത്തിനുള്ള തീയതി സർക്കാർ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. സർക്കാർ അറിയിപ്പ് വരുന്നതിനനുസരിച്ച് ഈ ചാനലിലൂടെ കൃത്യമായ തീയതി അറിയിക്കുന്നതാണ്. ഇതൊരു ഉപകാരപ്രദമായ വീഡിയോയായി കരുതുന്നു. മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വീണ്ടും കാണാം.